السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أشرف مولود. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ധാരാളം ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നരകത്തിൽ നിന്ന് മോചനം നേടാൻ പര്യാപ്തമായ അമലുകൾ ധാരാളമായി നാം നിർവഹിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചത്. നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അവിശ്വാസത്തിന്റെ ഇരുട്ടിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് ഈമാൻ എന്ന പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. മഅസിയത്ത്, തെറ്റ് കുറ്റങ്ങളാകുന്ന അന്ധകാരങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി അല്ലാഹുവിന് വഴിപ്പെടുക എന്ന മഹത്തായ സ്വഭാവത്തിലേക്ക് ഒരു മുഅ്മിനിനെ കൊണ്ടുപോകുന്നു അല്ലാഹുവിന് ദിക്ർ ചൊല്ലുന്ന സ്വഭാവം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. നമ്മുടെ വീട്ടിൽ സമാധാനം വേണം, നാട്ടിൽ സമാധാനം വേണം, കുടുംബത്തിൽ സമാധാനം വേണം, എല്ലാ സ്ഥലങ്ങളിലും സമാധാനം വേണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു ഈ സമാധാനത്തിന്റെ മാർഗം എന്താണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ, അറിഞ്ഞോളണം. ഒരു താക്കീത് പോലെയാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കണം, ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ സമാധാനിക്കുന്നത്. നമ്മുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അത് രോഗം ബാധിച്ചാൽ, കടങ്ങൾ ബാധിച്ചാൽ, പ്രയാസങ്ങൾ വന്നാൽ, പല ജാതി ബുദ്ധിമുട്ടുകളും വരുമ്പോ നമ്മുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാകും. ആ മനസ്സിന്റെ ടെൻഷൻ മാറാനുള്ള മാർഗം
അല്ലാഹുവിന്റെ ദിക്ർ ആണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കലാണ്. ഒരു സഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്റെ സമയത്ത് ഞാൻ മൂന്നായി ഭാഗിച്ച് ആ മൂന്നിൽ ഒരു ഭാഗം അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നീക്കിവെക്കുകയാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങൾ മൂന്നിൽ ഒരു ഭാഗമാണോ പറയുന്നത്? ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക. നിങ്ങൾക്ക് അതിനേക്കാളും വർദ്ധിപ്പിക്കാൻ കഴിയുമോ? അത് നിങ്ങൾക്ക് ഖൈറാണ്. അതിനേക്കാളും കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ കഴിയുമോ? അത് നിങ്ങൾക്ക് ഖൈറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹാബി പ്രതികരിച്ചു, മൂന്നിൽ രണ്ട് ഭാഗവും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ നീക്കിവെക്കാം. അപ്പോഴും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക. നിനക്ക് ഇനിയും കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ കഴിയുമോ? അത് നിനക്ക് ഖൈറാണ്, നിനക്ക് ഖൈറാണ് എന്ന് പറഞ്ഞു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പ്രകാരം അദ്ദേഹം പറഞ്ഞു, എന്നാൽ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമല്ല, എന്റെ എല്ലാ സമയവും ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നീക്കിവെക്കട്ടെ എന്നു പറഞ്ഞാൽ നിസ്കാരം വേണ്ട എന്നല്ല, മറ്റ് ഇബാദത്തുകളില്ല എന്നല്ല, നിർബന്ധമായ ഇബാദത്തുകളും സുന്നത്തായ ഇബാദത്തുകളുമൊക്കെ ജീവിതത്തിൽ നിർവഹിക്കുന്നതോടൊപ്പം ഒഴിവ് കിട്ടുന്ന എല്ലാ സമയങ്ങളും ആരംഭപൂവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നീക്കിവെക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു, ഇദൻ തുക്ഫാ ഹമ്മക വയുഗ്ഫറു ലക ദംബുക. എങ്കിൽ എന്നാൽ തുക്ഫാ ഹമ്മക, നിന്റെ എല്ലാ ടെൻഷനും നീക്കപ്പെടും. പരിശുദ്ധ ഖുർആൻ ദിക്റിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്തിനെ സംബന്ധിച്ചും പറഞ്ഞതാണ്. ദിക്ർ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനമാണ്, ഏത് ടെൻഷനും മാറാനുള്ള മാർഗമാണ്. സ്വലാത്തും ഒരു ദിക്ർ തന്നെയാണല്ലോ. തുക്ഫാ ഹമ്മക, നിന്റെ ടെൻഷൻ എല്ലാം നീക്കപ്പെടും. ഹമ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹമ്മ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ വേദനയുണ്ടാക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന ഏത് കാര്യവും, മനസ്സിന് മുഷിപ്പുണ്ടാക്കുന്ന ഏത് കാര്യവും. ഉദാഹരണത്തിന് ഒരാൾക്ക് ഭാരിച്ച ഒരു കടം വന്നു, അനിവാര്യമായി വാങ്ങിയതാണ്, കൊടുക്കാൻ കഴിഞ്ഞില്ല. കടം കൊടുക്കൽ സുന്നത്താണ് എന്ന് ഞാൻ ഇവിടെ വഅദിൽ പറഞ്ഞിട്ടുണ്ട്. സദഖ കൊടുക്കുന്നത് പോലെ കടം കൊടുക്കലും സുന്നത്താണ്, നമുക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. എന്നാൽ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണല്ലോ. ആ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ കഴിയാതെ വന്നാൽ കടം വാങ്ങിയവന് ടെൻഷനാണ്. മഹാന്മാര് പറഞ്ഞത്, കടം വാങ്ങിയാൽ രാത്രിയിൽ ഉറക്കം വരൂല, പകലിൽ ഇറങ്ങി നടക്കാനും കഴിയൂല. കാരണം രാത്രി ഉറക്കം വരൂല. കാരണം എന്താ? പഠിച്ചോനെ ഇതെങ്ങനെയാ വീട്ടുക? കടം പറഞ്ഞ അവധി കഴിഞ്ഞു, എങ്ങനെ ഇത് വീട്ടും?
അള്ളാഹു നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിൽ തരട്ടെ. പകലിൽ ഇറങ്ങി നടക്കാൻ പറ്റൂല. എന്താ? കടം കൊടുത്ത ആള് അയില് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇപ്പൊ നേരെ തിരിച്ചാ സംഗതി. ഇപ്പൊ ഒരുത്തൻ കടം കൊടുത്താല് അത് തിരിച്ചു കൊടുക്കാനുള്ള ആളെ കാണുമ്പോൾ കൊടുത്ത ആള് മുങ്ങല. കാരണം ഞാനത് ചോദിക്കോന്നുള്ള പേടി കൊണ്ട് ഒരു വിഷമം വേണ്ടാന്ന് നേരെ തിരിച്ചായിട്ട്. അതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തുക്ഫാ ഹമ്മക, നിന്റെ കടങ്ങളെല്ലാം വീടിപ്പോകും, നിന്റെ ടെൻഷൻ എല്ലാം നീങ്ങിപ്പോകും സ്വലാത്ത് ചൊല്ലിയാൽ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ നമുക്ക് പറഞ്ഞു തന്ന 2 സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്ത് കടം വീടാൻ പറ്റിയ സ്വലാത്താണ്. എന്താണത്? ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 33 പ്രാവശ്യം ചൊല്ലാൻ താജുൽ ഉലമ പറഞ്ഞു. 33 ഏറ്റവും ചുരുങ്ങിയത്, കൂടിയാൽ 360 വരെ ചൊല്ലാം. കഴിയില്ലെങ്കിൽ 33. اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. ഈ സ്വലാത്ത് താജുൽ ഉലമ പറഞ്ഞു തന്ന സ്വലാത്താണ്. اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. കടമെല്ലാം വീടിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഏത് സ്വലാത്ത് ചൊല്ലിയാൽ, നമ്മളിവിടെ ചൊല്ലുന്ന സ്വലാത്ത് അത് എല്ലാ ആവശ്യങ്ങളും നിറവേറുന്ന സ്വലാത്താണ്. ശൈഖുന സുൽത്താനുൽ ഉലമ പഠിപ്പിച്ച സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എല്ലാ പ്രശ്നങ്ങളും എല്ലാ ടെൻഷനും തീരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ്, തുക്ഫാ ഹമ്മക, നിന്റെ എല്ലാ ടെൻഷനും നീക്കപ്പെടും. അതില് മാനസികമായ പ്രയാസങ്ങളുള്ള വിഷയങ്ങൾ വരുമ്പോൾ നാം ദിക്റിലേക്ക് നീങ്ങണം, സ്വലാത്തിലേക്ക് നീങ്ങണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. ഇന്ന് ആത്മീയമായ ബോധമില്ലാത്ത പലരും ചെറിയ ഒരു പ്രയാസം വരുമ്പോഴേക്ക് ജീവത്യാഗം ചെയ്ത് എന്ന് പറഞ്ഞാൽ ആത്മഹത്യയിലേക്ക് നീങ്ങി ശരീരത്തെ നശിപ്പിച്ചു കളയുകയാണ്. ദുനിയാവിൽ തീരാത്ത ഒരു പ്രശ്നവും ഇല്ല. കാരണം നാം ഈമാൻ കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ഈമാൻ കാര്യത്തിൽ 6ാമത്തത് എന്താണ്? ഖൈറും ശർറുമായ സകല കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമുക്ക് കടം വന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അത് വീട്ടാനുള്ള കഴിവ് അല്ലാഹുവിനുണ്ട്. അത് അല്ലാഹു നമുക്ക് നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായ സഹാബികൾ അനുഭവിച്ച പ്രയാസങ്ങളും ത്യാഗങ്ങളുമെല്ലാം ആലോചിക്കുമ്പോൾ നമ്മുടേത് എന്താണ്? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കൂടിയപ്പോൾ അനുഭവിച്ച പ്രതിസന്ധികൾ എത്ര വലുതാണ്. ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, പലതും നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ദീനിനു വേണ്ടി വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പോലും അവര് പിടിച്ചു നിന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ എന്തെങ്കിലും പിണക്കങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ ലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക, ലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോയിടരുതെന്ന് ഖുർആൻ പഠിപ്പിച്ചു.
അഥവാ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരീക്ഷണങ്ങൾക്ക് മുന്നിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയണം. അല്ലാഹു പല പരീക്ഷണങ്ങളും നമുക്ക് തരും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, തുമ്മ ലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളെ അല്ലാഹു തആല പരീക്ഷിക്കും, പേടി തന്നിട്ട് പരീക്ഷിക്കും, സാമ്പത്തിക മാന്യം തന്നിട്ട് പരീക്ഷിക്കും, വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു പോകുന്നത് മൂലം നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ വന്നിട്ട് നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കും. നിങ്ങളുടെ കൃഷിയും മറ്റ് ഫലങ്ങളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ വബശ്ശിരിസ് സ്വാബിരീൻ, അപ്പോൾ ക്ഷമ പാലിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയാണ്. ക്ഷമിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏത് വലിയ പ്രയാസങ്ങൾ ഉണ്ടായാലും ദിക്റും സ്വലാത്തും കൂട്ടിനുണ്ടോ അതെല്ലാം തരണം ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ദുന്യാവല്ലേ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കാണാം. പക്ഷെ അതെല്ലാം മറികടക്കാനുള്ള കരുത്ത് ഈ ദിക്റുകൾക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. സ്വലാത്തിനുണ്ട്. നമ്മുടെ മനസ്സിന്റെ ടെൻഷൻ നീക്കപ്പെടാൻ അത് കാരണമാകും. തുഖ്ഫാ ഹമ്മക വയഗ്ഫറു ലക ദംബുക, നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ, ഇന്നലെ ഞാൻ ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ചാണ് കൂടുതലായി പറഞ്ഞത്. ഇസ്തിഗ്ഫാർ ധാരാളമായി നിർവഹിക്കണം. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി. ബുസ്രി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ പാടിയതാണത്. ഞാൻ അല്ലാഹുവിലേക്ക് ഇതാ പൊറുക്കൽ തേടുന്നു. അതേ മുഅ്മിനീങ്ങളെ, നമ്മൾ ഇസ്തിഗ്ഫാർ ധാരാളമാക്കണം. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ദിക്റുകൾ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. ഞാനിവിടെ പറഞ്ഞല്ലോ, രണ്ട് കലിമത്തുകൾ നാവിൽ വളരെ ഭാരം കുറഞ്ഞത്, മീസാനിൽ വളരെ ഭാരമുള്ളത്, അല്ലാഹുവിലേക്ക് വളരെ ഇഷ്ടമുള്ളത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്നൊരു ഹദീസിലുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചേർത്തിട്ടും നമ്മുടെ ഉലമാ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഖാലിദ് ബിൻ ഇമ്രാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജനതയോട് പറഞ്ഞു, ഖുദൂ ജുന്നതകും, നിങ്ങൾ നിങ്ങളുടെ പ്രതിരോധമായി നിങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രതിരോധമായി നിങ്ങളുടെ പടച്ചട്ടകൾ നിങ്ങൾ പിടിച്ചോ. അതാ എന്തോ ഒരു ശത്രു വരുന്നത് പോലെയുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയത്. യാ റസൂലല്ലാഹ് അമിൻ അദുവിൻ ഹളറ, ഏതെങ്കിലും ശത്രുക്കൾ വന്ന് ഇവിടെ ഹാജരായിട്ടുണ്ടോ? അതിൽ നിന്നാണോ ഞങ്ങളുടെ പരിചകൾ അതാ പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൗതികമായ ശത്രുവിൽ നിന്നല്ല, ലാ ബൽ മിനന്നാർ, നിങ്ങൾ നാളെ പരലോകത്ത് നിന്ന് നരകത്തിലേക്ക് പോകേണ്ടി വരും. ആ നരകത്തിൽ നിന്നുള്ള പ്രതിരോധമായി നിങ്ങൾ പടച്ചട്ടകൾ ഒരുക്കി വെക്കുക. നിങ്ങളുടെ പ്രതിരോധങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ പരിചകൾ നിങ്ങൾ പിടിക്കുക. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്താണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം? അവിടുന്ന് പറഞ്ഞു,
സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചൊല്ലുന്ന ദിക്റാണല്ലോ. നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്നുണ്ട്, അല്ലാത്ത സന്ദർഭങ്ങളിൽ ചൊല്ലുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഇന്നഹുന്ന യഅതീന യൗമൽ ഖിയാമത്തി, അതൊക്കെ അന്ത്യനാളിൽ നിങ്ങൾക്ക് അതാ ഫഇന്നഹുന്ന, അവയെല്ലാം ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളെ രക്ഷപ്പെടുത്താനുണ്ടാകും. മുഖദ്ദിമാത്ത്, അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വരുന്നതാണ്. വമുജന്നിബാത്ത്, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതാണ്. വഹുന്നൽ ബഖിയാത്തുസ് സ്വാലിഹാത്ത്, അതാണ് എന്നെന്നും അവശേഷിക്കുന്ന ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന പേര് നൽകപ്പെട്ട നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതേ മുഅ്മിനീങ്ങളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്, ജാഅ ഇസ്രാഫീലു അലൈഹിസ്സലാം ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, ഖുൽ യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ നബിയെ അങ്ങ് പറയണം, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ ദിക്ർ കഴിയാവുന്ന അത്ര ചൊല്ലണം. ഫമൻ ഖാലഹാ മർറതൻ കതബല്ലാഹു ലഹു ഖംസ ഖിസാൽ, ആ ദിക്ർ ഒരു തവണ ചൊല്ലിയാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 പ്രത്യേകതകൾ അവന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കതബ മിനദ്ദാകിരീനല്ലാഹ്, അവനെ അല്ലാഹു തആല മിനദ്ദാകിരീനല്ലാഹ കസീറാ, ധാരാളം ദിക്ർ ചൊല്ലുന്ന ആളുടെ കൂട്ടത്തിൽ അവനെ അല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അതാ അവന് വേറെയും പ്രത്യേകതകൾ. വകാന ലഹു ഖർസം ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവന് വേണ്ടി ഒരു സസ്യം നട്ടുപിടിപ്പിച്ചതുപോലെ, ആ ദിക്ർ ചൊല്ലിയാൽ സ്വർഗ്ഗത്തിൽ ഒരു മരം നട്ടതുപോലെയാണ്. വതഹാതത് അൻഹു ദുനൂബുഹു കമാ യതഹാത്തു വറഖുശ് ശജരിൽ യാബിസ്, ഒരു ഉണങ്ങിയ മരത്തിന്റെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അവനിൽ നിന്ന് അവന്റെ തെറ്റുകളെല്ലാം കൊഴിഞ്ഞു പോകുമെന്ന് അതാ ഇസ്രാഫീൽ അലൈഹിസ്സലാം വന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തതായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ആ ദിക്റിന്റെ പ്രത്യേകതയാണ് തസ്ബീഹ് നിസ്കാരം എന്നൊരു നിസ്കാരമുണ്ട്. തസ്ബീഹ് നിസ്കാരമെന്ന് സുന്നത്താക്കപ്പെട്ട നിസ്കാരമാണ്. അതേ 4 റക്അത്താണത് സുന്നത്തായിട്ടുള്ളത്. ആ 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം രാത്രിയിലും നിസ്കരിക്കാം, പകലിലും നിസ്കരിക്കാം. രാത്രിയിൽ നിസ്കരിക്കൽ കൂടുതൽ ഉത്തമം, അഫ്ളല്. അതേ കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും തസ്ബീഹ് നിസ്കാരം നിർവഹിക്കണം. കഴിയുമെങ്കിൽ എല്ലാ മാസവും നിർവഹിക്കണം. കഴിയുമെങ്കിൽ എല്ലാ ആഴ്ചയും നിർവഹിക്കണം. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നിർവഹിക്കണം. സുന്നത്താണ് തസ്ബീഹ് നിസ്കാരം. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കാതെ പോകരുതേ എന്ന് മഹാന്മാര് പഠിപ്പിച്ചു. ആ തസ്ബീഹ് നിസ്കാരത്തിൽ നമ്മൾ
അതാ 300 ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ദിക്റാണ് അതിൽ ഏറ്റവും കൂടുതൽ ചൊല്ലുന്നത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഓരോ റക്അത്തിലും നമ്മൾ ആ ദിക്റുകൾ 75 തവണ ചൊല്ലുന്നുണ്ട്. അതാ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി സൂറത്ത് ഓതിയിട്ട് അതാ 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നത് വരെ പറഞ്ഞാൽ മതി. ഇനിയോ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ചേർക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ 15 പ്രാവശ്യം ഖിയാമില്. പിന്നെ റുകൂഇന്റെ സാധാരണ ദിക്ർ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദി 3 പ്രാവശ്യം. അത് കഴിഞ്ഞാൽ 10 പ്രാവശ്യം ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആ റുകൂഇൽ 10 പ്രാവശ്യം ചൊല്ലുന്നു, ഇഅ്തിദാലിൽ 10 പ്രാവശ്യം ചൊല്ലുന്നു, 35 ആയി. പിന്നെ ഒന്നാമത്തെ സുജൂദിൽ 10 45, ഇടയിലെ ഇരുത്തത്തിൽ 10 55, രണ്ടാമത്തെ സുജൂദിൽ 10 65. പിന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ അവിടെ ഒരു ചെറിയൊരു ഇരുത്തമുണ്ട്, ഒരു തുമനീനത്തിന്റെ ചെറിയൊരു ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിലും 10 എന്നിട്ട് എഴുന്നേൽക്കുക. അപ്പൊ 75 ദിക്റ് ഒരു റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിലും 75 ദിക്ർ. അങ്ങനെ 150 ദിക്ർ 2 റക്അത്ത്. പിന്നെ അടുത്ത 2 റക്അത്തിൽ 150. അങ്ങനെ 300 ദിക്ർ ചൊല്ലിയിട്ട് ഒരു 20 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മതിയാവും. ചില ആളുകൾക്ക് 20 മിനിറ്റ്, ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് നിസ്കരിക്കാം. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും അത് നിസ്കരിക്കാതെ നമ്മൾ വിടരുത്. പരിശുദ്ധ റമദാൻ അതെല്ലാം പരിശീലിക്കാനുള്ള ദിവസമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള ദിക്റിന് നിസ്കാരത്തിന്റെ പുറത്തുള്ള ദിക്റിനേക്കാളും മഹത്വമുണ്ട്. ഞാനിവിടെ പറഞ്ഞല്ലോ, ഖുർആൻ പാരായണത്തെ സംബന്ധിച്ച് പറയുമ്പോ പരിശുദ്ധ ഖുർആൻ നിസ്കാരത്തിന്റെ ഉള്ളിൽ പാരായണം ചെയ്യുമ്പോൾ ഒരു ഹർഫിന് 100 പ്രതിഫലമാണ്. നിസ്കാരത്തിന്റെ പുറത്ത് പാരായണം ചെയ്യുമ്പോൾ അങ്ങനെയില്ല. നിസ്കാരത്തിന്റെ ഉള്ളിൽ പാരായണം ചെയ്യുമ്പോൾ ഒരു ഹർഫിന് 100 ഹസനത്ത് അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ ദിക്ർ ഉള്ള നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് അതിന് തസ്ബീഹ് നിസ്കാരം എന്ന പേര് വന്നത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ തആല ലമ്മാ ഖലഖൽ അർശ അമറൽ ഹമലത ബിഹംലിഹി. അർശിനെ അല്ലാഹു തആല പടച്ചപ്പോൾ അർശിനെ വഹിക്കാൻ ചുമതല നൽകപ്പെട്ട മലക്കുകളോട് അല്ലാഹു തആല അർശിനെ വഹിക്കാൻ കൽപ്പിച്ചു, അർശിനെ ചുമക്കാൻ ഓർഡർ ചെയ്തു. അപ്പോൾ അവർക്കത് വലിയ ഭാരമായി തോന്നി. അവർക്കത് അർശ് വഹിക്കാൻ കഴിയാതെ വലിയ ഭാരമുള്ളതായി അനുഭവപ്പെട്ടു. അപ്പോൾ അല്ലാഹു അവരോട് പറഞ്ഞു, ഖൂലൂ സുബ്ഹാനല്ലാഹ്. മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിക്കോ. ഫഖാലത്തിൽ മലായികതു സുബ്ഹാനല്ലാഹ്. അപ്പോൾ മലക്കുകൾ സുബ്ഹാനല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലി. ഫതയസ്സറ അലൈഹിം. അപ്പോൾ അവരുടെ മേൽ എളുപ്പമായി ഹംലുഹു. ആ അർശിനെ വഹിക്കാൻ വളരെ എളുപ്പമുണ്ടായി. അങ്ങനെ അവര് ഒരുപാട് കാലം പിന്നെ അർശിനെ വഹിക്കുന്ന മലക്കുകൾ ചൊല്ലുന്ന ദിക്റായി അത് മാറി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാമിനെ പടച്ചു. ആദം അലൈഹിസ്സലാമിനെ പടച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ
തുമ്മി, മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാഭാവികമായി വരുന്ന ഒരു കാര്യമാണ് തുമ്മൽ. അത് ആദം നബി അലൈഹിസ്സലാമിനുണ്ടായി. അപ്പോൾ അൽഹമഹുല്ലാഹു തആല ഖൗല അൽഹംദുലില്ലാഹ്, ആദം നബിക്ക് അല്ലാഹു അവിടുത്തെ ഖൽബിൽ ഇട്ടുകൊടുത്തു അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലാൻ. ആദം നബി അലൈഹിസ്സലാം അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് പറഞ്ഞു, യർഹമുക റബ്ബുക, നിങ്ങളെ രക്ഷിതാവ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അങ്ങനെ എന്നിട്ട് ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, വലിഹാദാ ഖലഖ്തുക, ഇങ്ങനെ ഹംദ് ചെയ്യാൻ തന്നെയാണ് നിങ്ങളെ ഞാൻ പടച്ചിട്ടുള്ളത്. ഇതിനെല്ലാം മലക്കുകൾ സാക്ഷിയാണ്. അപ്പോൾ മലക്കുകൾക്ക് രണ്ടാമത്തെ ഒരു ദിക്ർ കിട്ടി. അവര് പിന്നെ കുറെ കാലം ഇത് ചൊല്ലാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ് എന്ന് അർശിനെ വഹിക്കുന്ന മലക്കുകൾക്ക് ഭാരം കുറക്കാനല്ല പഠിപ്പിച്ചു കൊടുത്തത്. അതിന്റെ കൂടെ ആദം നബി അലൈഹിസ്സലാം ഇത് ചൊല്ലിയപ്പോൾ അതും കൂടി അവർ ചൊല്ലി. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുകയും പ്രവാചകനായി നിയോഗിക്കുകയും ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമാണ് ആദ്യമായി ഭൂമിയിലുള്ള വസ്തുക്കളെ ആരാധ്യരാക്കി, ആരാധനാ വസ്തുക്കളായി സ്വീകരിച്ച് ആരാധിക്കാൻ തുടങ്ങിയത്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിന് വഹീ കൊടുത്തു. എന്താണ് കൊടുത്തത്? അയ്യമുറ ഖൗമഹു അയ്യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളെ ജനതയോട് നിങ്ങൾ പറയണം, കാണുന്ന വസ്തുക്കളെയും സൃഷ്ടികളെയും അല്ല ആരാധിക്കേണ്ടത്, അല്ലാഹുവിനെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി വേറെ ആരുമില്ല. അപ്പോൾ മലക്കുകൾ ആ ദിക്റും കൂടി കൂട്ടിച്ചൊല്ലാൻ തുടങ്ങി. അവര് പറഞ്ഞു, മലക്കുകൾ പറഞ്ഞു, ഇദാ ഹാദിഹി കലിമത്തുൻ സാലിസ, മൂന്നാമത്തെ കലിമത്താണ് ഇത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ അവര് കുറെ കാലം ഫജഅലൂ യഖൂലൂന അലാ തൂലിദ് ദഹ്രി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഇത് മൂന്നും കൂട്ടിയിട്ട് ചൊല്ലാൻ തുടങ്ങി. കുറെ കാലം കഴിഞ്ഞു. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകൾ അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി. അല്ലാഹു അക്ബർ എന്ന ദിക്ർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയപ്പോൾ മലക്കുകൾ പറഞ്ഞു, ഇബ്രാഹിം നബി എപ്പോഴാണ് അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലാൻ തുടങ്ങിയത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വലിയ പരീക്ഷണത്തിന് നിൽക്കാൻ അല്ലാഹു പറഞ്ഞില്ലേ? അഥവാ എത്രയോ കാലം കാത്തിരുന്നിട്ട് കിട്ടിയ കൺമണി ഇസ്മാഈൽ അലൈഹിസ്സലാം, ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ അറവ് നടത്തിയിട്ട് അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു നിർദ്ദേശിച്ചു. മഹാനവറുകൾ ഒരു ഭയവുമില്ലാതെ തന്റെ മകനോട് കാര്യം അവതരിപ്പിച്ചു. ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിന്റെ ഓർഡർ ആണെങ്കിൽ എന്നെ കൊണ്ടുപോകൂ, എന്നിട്ടുടനെ അറവ് നടത്തൂ. ഇസ്മായിൽ അലൈഹിസ്സലാമും അതിന് സന്നദ്ധനായി. ആ വലിയ ത്യാഗത്തിന് സന്നദ്ധനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സ്വന്തം മകനെ അറുക്കാൻ ഓർഡർ ചെയ്തപ്പോ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിയുള്ളവരായി അതേ അറവ് നടത്താൻ ഒരുങ്ങുമ്പോൾ അതിനെ മാറ്റിയിട്ട് അല്ലാഹു തആല വേണ്ട, ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കണ്ട, നിങ്ങളെ പരീക്ഷിച്ചതാണ്, നിങ്ങളെ ത്യാഗത്തെ അല്ലാഹുവിന് ബോധ്യപ്പെട്ടിരിക്കുന്നു, അതിന് പകരം ഒരാടിനെ കൊടുത്ത് അതിനെ അറുക്കാൻ ഓർഡർ ചെയ്തു. അതല്ലേ നമ്മൾ ബലിപെരുന്നാളിന് ഉൽഹിയത്ത് അറുക്കുന്നത്.
ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന്റെ സന്തോഷത്തിൽ ചൊല്ലിയ ദിക്റാണ് അല്ലാഹു അക്ബർ. അതുകൊണ്ട് ആ ബലിപെരുന്നാളിന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ദിക്ർ പ്രചാരണത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ മലക്കുകൾ പറഞ്ഞു, ഇതാ നമുക്ക് നാലാമത്തൊരു ദിക്റ് കൂടി കിട്ടി. ഹാദിഹി കലിമത്തുൻ റാബിഅ. ഇതേ നേരത്തെ ചൊല്ലി വന്ന 3 ദിക്റിന്റെ കൂടെ ഇതുകൂടി കൂട്ടിച്ചൊല്ലിക്കോ. ഫജഅലൂ യഖൂലൂന. അങ്ങനെ ആ മലക്കുകൾ എല്ലാവരും ചൊല്ലാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അങ്ങനെ ഈ കാര്യം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു. ഈ സംഭവം ഏത്? അർശിനെ വഹിക്കുന്ന മലക്കുകൾക്ക് അർശിനെ താങ്ങാൻ പ്രയാസപ്പെട്ടപ്പോൾ അല്ലാഹു അതിന് എളുപ്പം ചെയ്തു കൊടുക്കാൻ വേണ്ടി ചൊല്ലാൻ പറഞ്ഞ ദിക്ർ ഏത്? സുബ്ഹാനല്ലാഹ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തുമ്മൽ വന്നപ്പോൾ ചൊല്ലിയ ദിക്ർ അൽഹംദുലില്ലാഹ്. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് ആദ്യമായി അല്ലാഹു അല്ലാത്ത മറ്റു വസ്തുക്കളെ ആരാധ്യരാക്കിയ ജനതയോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു ആ ദിക്ർ. പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷത്തോടെ ചൊല്ലിയ ദിക്ർ അല്ലാഹു അക്ബർ. ഈ 4 ദിക്റുകളെ സംബന്ധിച്ചതിന്റെ ചരിത്രം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഖാല തഅജ്ജുബാ, മുത്തുനബി ഇസ്ലാം അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇതാ നേരത്തെ മലക്കുകളെല്ലാം ചൊല്ലി വന്ന 4 ദിക്റില്ലേ, അതിന്റെ കൂടെ ഇതും കൂടി അങ്ങ് കൂട്ടിക്കോ, ഇതും കൂടി കൂട്ടിച്ചൊല്ലിക്കോ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്ക് കേൾക്കണോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഅദ് പറഞ്ഞു, സഹാബത്തിനൊരു വഅദ് പറഞ്ഞു. എന്താണ് വഅദ്? ഹസ്സ അസ്ഹാബഹു أن النبي صلى الله عليه وسلم حث أصحابه على الصدقة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദഖ കൊടുക്കാനുള്ള പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഉറുദി പറഞ്ഞു. ഞാനിവിടുന്ന് ഞാൻ സദഖ കൊടുക്കേണ്ട പ്രാധാന്യം പറയുമ്പോൾ കുറെ ആൾ ചിരിച്ചിരുന്നു. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. സദഖ നല്ലോണം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിനെ പ്രോത്സാഹിപ്പിച്ചു. ജനങ്ങൾ പിന്നെ ഭാര്യക്കോരി സദഖ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ സഹാബികൾ. നമ്മൾ ഇവിടെ മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായുടെ മഹത്വം പറഞ്ഞിട്ടുണ്ടല്ലോ. മഹദി അവറുകൾ ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച മഹദിയായിരുന്നില്ലേ? ആ മഹദിയുടെ മഹത്വം സുബ്ഹാനല്ലാഹ് ഇന്നും ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ ഖബറിന്റെ അടുത്ത് വെച്ച് അറബികൾ തന്നെ ചൊല്ലുന്നൊരു തവസ്സുൽ ബൈത്തുണ്ട്. അവിടെ പോയ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞതാണത്. ആ തവസ്സുൽ ബൈത്ത് ഏതാണ്? നതവസ്സൽ ബിൽ ഹുബാബ والبتول المستطاب والنبي ثم الصحابة فعسى دعوى مجابة صلى الله على محمد
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം അഅ്ലമു സൗജാതി ഖദ്റ قد تلاقت منه أمرا خطبت أحمد بكرا غنمت منه شبابا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم ما لها قد أنفقته ولطه وهبته دثرته زمالته هونت عنه صعابا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. അറബികൾ തന്നെ എല്ലാ വെള്ളിയാഴ്ച രാവും ഈ തവസ്സുൽ ബൈത്ത് ഖദീജ ബീവിയുടെ ഖബറിന്റെ അടുത്ത് വെച്ച് ചൊല്ലുന്നത് കണ്ടു എന്ന് ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതിൽ പറഞ്ഞ ഒരു മഹത്വമാണ്, മഹദി അവറുകൾ അവരുടെ മുഴുവൻ സമ്പത്തും റസൂലുള്ളാഹിക്ക് സദഖ കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു, ദീനിന് വേണ്ടി കൊടുത്തു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു. എല്ലാം കൊടുത്തിട്ട് ഇനി എന്താ ബാക്കിയുള്ളത്? ഒന്നുമില്ല. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാം കൊടുത്തിട്ട് പിന്നെ പറഞ്ഞ് എനിക്ക് തരാനൊന്നുമില്ല, ഉമ്മയും ബാപ്പയും ബാക്കിയുള്ള അതും കൂടി അങ്ങേക്ക് സമർപ്പണമാണ്. അതൊരു പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ ഇനി തരാനൊന്നുമില്ല, എല്ലാം തന്നു, ദീനിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചു മഹാന്മാരായ സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സദഖ കൊടുക്കാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവരെല്ലാം കൊടുത്തു, ധാരാളം സദഖ കൊടുത്തു. فجعل الناس يتصدقون, ജനങ്ങളെല്ലാം സദഖ കൊടുക്കാൻ തുടങ്ങി. അപ്പോഴുണ്ട് ഒരാൾ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, ജാലിസുൻ ബൈന യദൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യുഹർരികു ശഫതൈഹി. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ആ സദസ്സിലിരിക്കുന്നുണ്ട്. അവര് സ്വതക്കയൊന്നും കൊടുക്കുന്നില്ല, ചുണ്ടനക്കുകയാണ്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഓ അബൂ ഉമാമ, നിങ്ങൾ എന്താണ് നിങ്ങളെ ചുണ്ടനക്കുന്നത്? സദക്കയൊന്നുമില്ലേ? ഫമാദാ തഖൂലു ഇൻദ ദാലിക, നിങ്ങൾ എന്തോ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ നബിയേ, അങ്ങ് സദഖ കൊടുക്കാൻ പ്രോത്സാഹനം നൽകിയപ്പോൾ ജനങ്ങളെല്ലാം സദഖ കൊടുക്കാൻ തുടങ്ങിയില്ലേ? വലൈസ ലീ ശൈഉൻ അതസദ്ദഖു ബിഹി, എൻ്റെ കയ്യിൽ സദഖ കൊടുക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതാ ഒരു ദിക്റ് ചൊല്ലിയതാണ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ ദിക്റാണ് ഞാൻ ചൊല്ലിയത്. എൻ്റെ കയ്യിൽ സദഖ കൊടുക്കാനൊന്നുമില്ല നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബാ ഉമാമ,
ഹാദിഹിൽ കലിമാതു ഖൈറുൽ ലക മിൻ മുദ്ദി ദഹബിൻ തതസദ്ദഖു ബിഹി അലൽ മസാകീൻ. ഒരു മുദ്ദ് സ്വർണം പാവപ്പെട്ടവർക്ക് നീ സദഖ കൊടുക്കുന്നതിനേക്കാളും നിനക്ക് ഉത്തമം ആ ചൊല്ലിയ ദിക്റുകൾ തന്നെ. കാരണം ഒരിടത്ത് ഒന്നുമില്ല, അതുകൊണ്ട് ഓർക്കും കിട്ടണല്ലോ സദഖ കൊടുത്ത കൂലി. ആ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുന്നതിലൂടെ. അപ്പോൾ മുഅ്മിനീങ്ങളെ, നമ്മളെ കൊണ്ടാവുന്നത് പോലെ ആ ദിക്ർ നമ്മൾ ചൊല്ലണം. പലപ്പോഴും നമ്മൾ ചൊല്ലാറുണ്ട് വദാകിരീനല്ലാഹ കസീറൻ വദാകിറാത്ത്. അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചൊല്ലുന്ന ആണുങ്ങളും ദിക്ർ ചൊല്ലുന്ന പെണ്ണുങ്ങളും വലിയ മഹത്വമുള്ളവരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ പരിശീലനത്തിലാണ്. അമലുകൾ ധാരാളമാക്കാനുള്ള പരിശീലനത്തിലും അതുപോലെ തന്നെ ശ്രമം നടത്തുന്നവരുമാണ്. അതുകൊണ്ട് ദിക്ർ ധാരാളമായി ചൊല്ലാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ കുറേ സമയമുണ്ട് വേറെ പലതും സംസാരിച്ചും കണ്ടും കേട്ടും തീർക്കുന്നതിന് പകരം ഈ റമദാനിൽ തീരുമാനിക്കാൻ ഒരു 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ എന്റെ നഫ്സിന് വേണ്ടി ചൊല്ലട്ടെ എന്ന് തീരുമാനിച്ച് ചൊല്ലുക. ആഖിറം രക്ഷപ്പെടും, നരകം ഹറാമാകും, സ്വർഗം കിട്ടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണല്ലോ, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും 70,000 ഒറ്റക്ക്. നമ്മളിപ്പോ മരിച്ച വീട്ടിലെല്ലാം പോയപ്പോ 70,000 തഹ്ലീലുണ്ട് എന്ന് പറഞ്ഞു പോയാൽ അവിടെ ഒരാൾ ഒറ്റക്ക് 70,000 ചൊല്ലൂല. അവിടെ എണ്ണ എടുക്ക്, ആണുങ്ങൾ എണ്ണ എടുക്ക്, പെണ്ണുങ്ങൾ എണ്ണ എടുക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാരും കൂടി എന്ത് ചെയ്യും? 70,000. അതാ മരിച്ചാക്ക് 70,000 കിട്ടാൻ വേണ്ടി നമ്മൾ ഒറ്റക്ക് നമുക്ക് വേണ്ടി 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് ആ ദിക്ർ കൊണ്ട് നാവ് പച്ച പിടിച്ചതാക്കി മാറ്റുക. എന്നാൽ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നാവിൽ അത് വളരെ എളുപ്പമായി കിട്ടും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. നിങ്ങൾ നോക്കൂ, മഹാന്മാര് അവര് സ്വന്തത്തിൽ തന്നെ ഈ ദിക്ർ ചൊല്ലി വെച്ച് കഴിഞ്ഞു പോയവരാണ്. അല്ലാഹു നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. സയ്യിദ് ബിൻ ഖുർതുബി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ, അവർ ഈ ഹദീസ് മനസ്സിലാക്കി. ഏത് ഹദീസ്? 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ സ്വർഗത്തിൽ കടന്നു. അപ്പോ മഹാനവറുകൾക്ക് ഈ ഹദീസിന്റെ റിവായത്തുമായി ബന്ധപ്പെട്ട് ഒരു സംശയം. എന്താ? അങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ പല ചർച്ചകളും ഉണ്ടാകും. ഈ ഹദീസ് ദഈഫാണോ സഹീഹാണോ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ ഈ ഹദീസിനെ കുറിച്ച് ഒരു സംശയം. മഹാനവറുകൾ ആ സംശയം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ മനസ്സിലുണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തെ ഒരു വീട്ടിലേക്ക്, ഒരു സൽക്കാരത്തിലേക്ക് ക്ഷണിക്കുന്നത്. ആ സൽക്കാരത്തിന് അദ്ദേഹം പോയി. അപ്പൊ അവിടെ വേറെയും കുറെ ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ക്ഷണിക്കപ്പെട്ട ഒരു യുവാവുണ്ട്. ആ യുവാവ് ആ നാട്ടിൽ അന്ന്
അറിയപ്പെട്ടിരിക്കുകയാണ്, അയാൾ വലിയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, വലിയ മഹാനാണ്, ആൾക്കാരെല്ലാം അയാളുടെ അടുത്ത് പോവാണ്. അങ്ങനത്തെ ഒരു മഹാനെയും കൂടി അവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ മഹാനായ ഖുർത്തുബി റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ ഉണ്ട്. അങ്ങനെ ആ സൽക്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ യുവാവായ വലിയാണെന്ന പ്രചാരണത്തിലുള്ള ആ മഹാൻ പെട്ടെന്ന് കരയുകയാണ്. ആ സദസ്സിൽ വെച്ച് കരയുകയാണ്. ആളുകളെല്ലാം ബേജാറായി പോയി. എന്തിനാണ് ഇയാൾ കരയുന്നത്? എന്തേ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ച് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ മാതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ മാതാവ് മരിച്ചുപോയി. മരണപ്പെട്ടതിലല്ല എന്റെ സങ്കടം, എന്റെ മാതാവിന് പരലോകത്ത് അല്ലാഹു തആല സ്വർഗം നിഷേധിച്ചു. നരകമാണ് എന്റെ മാതാവിന് കൊടുത്തത്. അത് ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്. എന്റെ മാതാവ് നരകത്തിലായി പോയല്ലോ. ആർക്കും പേടിയുള്ള കാര്യമല്ലേ അത്? അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഭാര്യ സന്താനങ്ങളെയും കൂട്ടുകുടുംബങ്ങളെയും ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവരെയും അതേ ഈ മഹത്തായ ദർസിനു വേണ്ടി സഹായങ്ങൾ ചെയ്തവരെയും ഇവിടെ ഒരുമിച്ച് കൂടിയവരെയും ഞങ്ങളെ എല്ലാവരെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആർക്കും ബേജാറുള്ള കാര്യമല്ലേ അത്? മഹാനായ ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവര് ഈ സാഹചര്യം അങ്ങ് ഉപയോഗപ്പെടുത്തി. എന്താ? ഇയാളെ കുറിച്ച് ഇങ്ങനെ പറയപ്പെടുകയാണല്ലോ, വലിയ മഹാനാണ്, ഔലിയാണ് അല്ലേ? അതല്ലേ ആഖിറത്തിൽ ഉമ്മാന്റെ അവസ്ഥ ദുനിയാവിൽ വെച്ച് ഇയാൾ പറഞ്ഞു കൊടുക്കല്ലേ? അപ്പം വലിയ മഹാൻ തന്നെയല്ലേ? ജനങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയല്ലേ? എന്നാൽ ബഹുമാനപ്പെട്ടവർ ഒരു കാര്യം തീരുമാനിച്ചു. എന്താ അത്? ഇയാള് മഹാനാണ്, നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. എങ്ങനെയാ? ഞാൻ എന്റെ ജീവിതത്തിൽ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ എന്റെ നഫ്സിന് വേണ്ടി ചൊല്ലിയിട്ടുണ്ട് മഹാനവർകൾ. ആ ചൊല്ലിയ ദിക്ർ ഇയാളെ ഉമ്മാക്ക് ഞാൻ ഹദിയ ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതി. ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല. അയാളെ ഉമ്മാക്ക് ഞാൻ ഹദിയ ചെയ്തു 70,000 ദിക്ർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ, ഒരാൾ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ കടക്കും, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. അപ്പൊ ആ ഹദീസിന്റെ റിവായത്തിലുള്ള സംശയത്തോടു കൂടിയാണ് ഉള്ളത്. എന്നാലും മഹാനവറുകൾ ഇത് മനസ്സിലങ്ങ് കരുതി. കരയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, കരച്ചല് പെട്ടെന്നങ്ങ് നിർത്തി. എന്നിട്ട് ചിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാള് കരയുന്നത് കണ്ടപ്പോ ജനങ്ങൾ എന്താ കരയുന്നത് ഇപ്പൊ മനസ്സിൽ കരുതിയതാണ്. അയാൾ വിഷയം പറഞ്ഞില്ലേ, ഉമ്മയുടെ പരലോകത്തിന്റെ അവസ്ഥ, അതുകൊണ്ട് അതിലേക്ക് അങ്ങ് ഹദിയ ചെയ്തപ്പോൾ അതേ പെട്ടെന്ന് തന്നെ അയാൾ ചിരിക്കുകയാണ്. ആളുകൾ ആശ്ചര്യത്തോടെ ചോദിക്കുന്നു, നിങ്ങൾ ഇപ്പൊ തൊട്ടു മുമ്പ് കരയുകയായിരുന്നല്ലോ, ഇപ്പൊ എന്താ ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ ഇവിടെ നിന്ന് ഒരു 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ എന്റെ ഉമ്മാക്ക് ഹദിയ കിട്ടി. ഉമ്മയെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു. അപ്പൊ നിങ്ങൾ നോക്കും, മഹാന്മാരായ ഔലിയാക്കൾ ഈ മനുഷ്യനെ സംബന്ധിച്ചുള്ള സംശയവും നീങ്ങി, ഈ ഹദീസിനെ സംബന്ധിച്ചുള്ള സംശയവും നീങ്ങി, എല്ലാം ക്ലിയറായി. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരാൾ സ്വന്തത്തിൽ ചൊല്ലിയാൽ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അതുപോലെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ചൊല്ലിയാൽ അവർക്കും രക്ഷയുണ്ടാകും.
അപ്പോൾ നമ്മുടെ ഉമ്മ ബാപ്പമാര് മരിച്ചുപോയില്ലേ? എന്റെ ബാപ്പ മരിച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞു. അല്ലാഹുവേ, ഖബർ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ. ഞങ്ങൾ ഇവിടെ ചൊല്ലുന്ന ദിക്റുകളെല്ലാം അവരുടെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതുപോലെ എന്റെ കാരണവർ ഹനീഫ എന്നവര് മരണപ്പെട്ടിട്ട് 9 വർഷം ആയി. ഈ റമളാനോടെ, റമളാൻ 24-ന് അവരുടെ ആണ്ടാണ്. അല്ലാഹുവേ, അവരുടെ ഹളറത്തിലേക്കും ഈ ദിക്റുകൾ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതുപോലെ ഈ മഹല്ലത്തിൽ നിന്ന് മരിച്ചുപോയവര്, അതുപോലെ ഈ സദസ്സിന് നമ്മൾ പേര് വെച്ചത് മൊയ്തൂക്കയുടെ പേരാണ്, അവരുടെയും ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ ചൊല്ല ഒരു 70,000 നമുക്കും വേണ്ടി ചൊല്ല. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ സമനുൽ ജന്ന, അത് സ്വർഗ്ഗത്തിലേക്കുള്ള വലിയ വിലപിടിപ്പുള്ള ദിക്റാണത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, സ്വർഗ്ഗത്തിന് വിലയുണ്ടോ? സ്വർഗ്ഗം വാങ്ങാൻ വില കൊടുക്കണോ? അവിടുന്ന് പറഞ്ഞു, നഅം, സ്വർഗ്ഗം വാങ്ങണമെങ്കിൽ വില കൊടുക്കണം. ആ വില ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണത്. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, നിങ്ങളിലേക്ക് ശഫാഅത്തിന് നിങ്ങളോട് ഏറ്റവും അടുക്കുന്ന ആൾ ആരാണ്? നിങ്ങൾ വേഗം ശഫാഅത്ത് കൊടുക്കുന്ന ആളാരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ നഫ്സിഹി, ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുന്നവരാണ് വേഗം ശഫാഅത്ത് കിട്ടുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരുപാട് സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ദിക്റിനെ സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച മറ്റൊരു സംഭവം നമുക്ക് കാണാം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, അല്ലാഹുവിന്റെ സലാം അങ്ങേക്കുണ്ട്. അങ്ങ് ഒരു ദുഃഖിതനായി കാണപ്പെടുന്നുണ്ടല്ലോ, എന്താണ് അങ്ങയുടെ പ്രയാസം? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിബ്രീലേ, ഞാൻ കുറേയായി ദുഃഖത്തോടെ ഇരിക്കുകയാണ്. എന്തേ കാരണം? ഫീ അംരി ഉമ്മത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിലുള്ള എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ അതോർമ്മിച്ചുകൊണ്ടാണ് ഞാൻ ദുഃഖിതനായത്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫീ അംരി അഹ്ലിൽ കുഫ്രി അം ഫീ അംരി അഹ്ലിൽ ഇസ്ലാം, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട അവിശ്വാസികളുടെ കാര്യം ഓർമ്മിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളായ ആളുകളുടെ കാര്യം ഓർമ്മിച്ചുകൊണ്ടാണോ? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ജിബ്രീൽ, ലാ ബൽ ഫീ അംരി അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ തന്നെയാണ് എന്റെ ബേജാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹ് നമ്മുടെ കാര്യത്തിൽ ബേജാറാവുകയാണ്. നിങ്ങൾക്ക് കേൾക്കണോ,
സമയം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. ഹത്താ അഖാമഹു അലാ മഖ്ബറത്തി ബനി സലമ, ബനു സലമയുടെ മഖ്ബറത്തിന്റെ ഖബറിന്റെ അടുത്തെത്തി. എന്നിട്ട് അതാ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ വലതുഭാഗത്തെ ചിറക് കൊണ്ട് ആ മയ്യത്തിന്റെ ഖബറിന്റെ അടുക്കൽ ആ ചിറക് കൊണ്ടടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദ പ്രകാരം എഴുന്നേൽക്കൂ, ഖബറിൽ നിന്ന് എഴുന്നേൽക്കൂ. അപ്പോൾ ആ ഖബറിൽ നിന്നൊരാൾ എഴുന്നേൽക്കുകയാണ്. ആ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആള് മുഖം വെളുത്ത മുഖമാണ്. വഹുവ യഖൂൽ, ആ ആള് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ദിക്ർ ചൊല്ലുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ പറഞ്ഞു, ഉദ് ഫആദ കമാ കാന, മടങ്ങിപ്പോയിക്കോ ഖബറിലേക്ക് തന്നെ. അയാൾ ഖബറിലേക്ക് തന്നെ മടങ്ങി. സുബ്ഹാനല്ലാഹ്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ അതാ ഇടത് ചിറക് കൊണ്ട് മറ്റൊരു ഖബറിന്റെ മേലെ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദ പ്രകാരം എഴുന്നേൽക്കൂ. അപ്പോൾ ആ ഖബറിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റു. അയാളെ മുഖം കറുത്തിരുണ്ട മുഖമാണ്, കറുത്ത് ഇരുണ്ടുപോയ മുഖമാണ്. അയാൾ പറയുന്നത് എന്താണ്? വാ ഹസ്രത്താ, അതാ എന്തൊരു സങ്കടമാണ്, എന്തൊരു ദുഃഖമാണ്, എന്തൊരു അവസ്ഥയാണ്, എന്തൊരു ശിക്ഷയാണ് എന്നിങ്ങനെ വിളിച്ചു പറയുകയാണ്. ഖബറിന്റെ അദാബിനെ കുറിച്ച് വിളിച്ചു പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു അയാളോട്, ഉദ് ഫഅദ കമാ കാന, മടങ്ങി പോയിക്കോ ഖബറിലേക്ക് തന്നെ. അയാൾ ഖബറിലേക്ക് തന്നെ മടങ്ങി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ജിബ്രീൽ പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഹക്കദാ യുബ്അസൂന യൗമൽ ഖിയാമത്തി അലാ മാ മാതു അലൈഹി, ഏതൊരവസ്ഥയിലാണോ മരിച്ചുപോയത് അതേ അവസ്ഥയിലാണ് നാളെ പരലോകത്ത് പുനർജീവനം നൽകപ്പെടുന്നത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ജീവിച്ച ആളെ കാര്യത്തില് ബേജാറ് വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിച്ച ആളെ കാര്യത്തില് ബേജാറ് വേണ്ട. ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അയാൾ അത് ചൊല്ലുന്ന കാണിച്ചു കൊടുത്തില്ലേ ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ആശ്വാസമായി. അത് എങ്ങനെ ചൊല്ലണം? അതാണ് തൊട്ടു മുമ്പത്തെ ഹദീസിൽ ഞാൻ പറഞ്ഞത്, ഖാലിസൻ ലിവജ്ഹില്ലാഹ്. മരിച്ച പുരയില് ദ്വാരക്കലിനെ നമ്മളെ വിളിച്ചിട്ട് നമ്മൾ അവിടെ ദ്വാരക്കലിന് പോയി. നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഓനെന്തോ വിചാരിക്കൂലേ എന്ന് വിചാരിച്ചിട്ടാ പോന്നെ. അത് ഇഖ്ലാസുള്ള ദിക്ർ ചൊല്ലലല്ല, ഇഖ്ലാസോടെ ചൊല്ലണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അല്ലാഹു നമ്മെ സ്വീകരിക്കുന്നു. ഇഖ്ലാസിനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ആരും കാണാനോ കേൾക്കാനോ അല്ല, ആരും അറിയാനുമല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അവിടുന്ന് പറഞ്ഞില്ലേ, ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അതെ അവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. അതേപോലെ മരണാസന്നനായ ആൾ, അതാണ് ഇവിടെ ഉദ്ദേശം, മരണം ആസന്നമായ ആൾ. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നിങ്ങൾ മരിക്കാൻ പോകുന്ന ആളുടെ അടുത്ത് ഫലഖിനൂഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം. വബശ്ശിറൂഹും ബിൽ ജന്ന,
ജന്ന, അയാൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളിൽപ്പെട്ട ബനു ഇസ്രായേലിൽപ്പെട്ട നന്നായി ഇബാദത്ത് ചെയ്ത ഒരാൾ, സുബ്ഹാനല്ലാഹ്, അയാൾ മരണപ്പെട്ടു പോയി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയിപ്പ് വന്നു, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിന്റെ ആളാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ആബിദായ മനുഷ്യന്റെ ഭാര്യയോട് ചോദിച്ചു, മാ കാന അമലുഹു, അയാളുടെ അമൽ എന്തായിരുന്നു? അപ്പോൾ ആ ഭാര്യ ആ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, കാന മിൻ അബദിന്നാസ്, അയാൾ ജനങ്ങളെ കൂട്ടത്തിൽ നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു. അതേ, അതാ അയാൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇദാ ആവ ഇലാ ഫിറാശിഹി ഖാല തുബാലനാ ഇൻ കാന മാ ജാഅ ബിഹി മൂസാ ഹഖ്ഖാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ദീന് ഹഖാണ് എങ്കിൽ നമുക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഉറങ്ങാറുള്ളത്. മാത്രമല്ല അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുന്ന ആളാണ്. അങ്ങനെ കഴിഞ്ഞുപോയ കാലത്തും നമ്മുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുമെല്ലാം അതേ വലിയ പ്രാധാന്യത്തോടെ അതല്ലേ മുത്തുനബി തന്നെ പറഞ്ഞത്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ മുൻഗാമികളായ അമ്പിയാക്കളും പറഞ്ഞ ഏറ്റവും അഫ്ളലായ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് ധാരാളമായി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ മൂഖിനൻ ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ഇജാബത്തുണ്ടെന്ന ഉറപ്പോടെ ഒരാൾ ചൊല്ലിയാൽ അവൻ സ്വർഗ്ഗം ലഭിച്ചവനായി എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, മൻ കാന ആഖിറു കലാമിഹി മിനദ് ദുനിയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ദുനിയാവിൽ വെച്ച് ഒരാളുടെ ഏറ്റവും ഒടുവിലത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിൽ കടന്നു. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അവസാനമായി മറ്റൊരു ഹദീസിൽ പറഞ്ഞ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ സംബന്ധിച്ച് പറഞ്ഞു, മിഫ്താഹുൽ ജന്ന, അത് സ്വർഗ്ഗം തുറക്കാനുള്ള ചാവിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ സ്വർഗ്ഗം തുറക്കാനുള്ള ചാവിയാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ലാകിൻ അൽ മിഫ്താഹു ലാ ബുദ്ദ ലഹു മിനൽ അസ്നാൻ, താക്കോലാകുമ്പോൾ അതിന്റെ പല്ലുകൾ ഉണ്ടാകണം. ആ പല്ലുകൾ ക്ലിയർ ആയിരിക്കണം. അതിന് വളവോ ഒടിവോ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണല്ലോ വാതിൽ തുറക്കാൻ കഴിയുന്നത്. അഥവാ ഈ ദിക്ർ ചൊല്ലുമ്പോൾ ഒന്ന് ഇഖ്ലാസോടെ ചൊല്ലണം, പിന്നെയോ അതിന്റെ മഖ്റജ് പ്രകാരം ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലരുത്. അപ്പോൾ ലാ ഇ എന്ന ഹംസക്ക് പകരം യാ വന്നു പോവുകയാണ്. ഒരു അശ്രദ്ധയോടെ ചൊല്ലരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ആ അവസാനത്തിൽ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്. കൂട്ടിച്ചൊല്ലുമ്പോൾ ചേർത്ത് ഓതും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ മഖ്റജ് ശരിയാക്കിയിട്ട് ചൊല്ലുമ്പോൾ അതാണ് താക്കോലിന്റെ പല്ലുകൾ റെഡിയാക്കണമെന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ മഖ്റജുകൾ റെഡിയാക്കിയിട്ട് ചൊല്ലണം, അക്ഷരങ്ങൾ ക്ലിയറാക്കിയിട്ട് ചൊല്ലണം. അപ്പോൾ സ്വർഗം തുറക്കാനുള്ള താക്കോലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ അന്ന് നിസ്കാരമോ നോമ്പോ ഒന്നും അറിയാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ നിർവഹിച്ചിരുന്ന ഇബാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരവും നോമ്പും ഒക്കെ പിന്നെ ഓരോ ഘട്ടത്തിലാണല്ലോ നിർബന്ധമായി വരുന്നത്. ആദ്യകാലത്ത് നമ്മൾ ഈ ദിക്റാണ് കൂടുതലായി ചൊല്ലിയത്. ഇത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ദിക്റാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ദിക്റുകളെല്ലാം ധാരാളമായി നിർവഹിച്ച് നരകമോചനം നേടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാരണം നമ്മുടെ ലക്ഷ്യം അതാണല്ലോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണല്ലോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനൻ നാർ എന്നല്ലേ നമ്മൾ റമദാനിൽ 1 മുതൽ ആരംഭിച്ച പ്രാർത്ഥന. ഇനി അവസാനത്തെ പത്തിൽ നിർവഹിക്കാനുള്ള പ്രാർത്ഥനയും അതാണ്. അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. പിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നരകമോചനത്തിന്റെ 10 വരാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മള് ഈ പറഞ്ഞ ഇപ്പോൾ 8 ദിവസം നമ്മൾ ഇവിടെ വഅല് പറഞ്ഞു. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതെല്ലാം ഇഖ്ലാസുള്ള അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ 8 ദിവസവും പറഞ്ഞതിന്റെ ആകത്തുക എന്താണ്? നമുക്ക് ആഖിറം രക്ഷപ്പെടണം. ആ ആഖിറം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്ത്? അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് തഖ്വയോടെ ജീവിക്കുക. ഒന്നാമത്തെ ദിവസം ഞാൻ ഇഖ്ലാസിനെ സംബന്ധിച്ച് പറഞ്ഞു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസങ്ങളിൽ നാവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നരകമോചനം. ഖുർആൻ പാരായണം ചെയ്താൽ നരകമോചനം. പിന്നെ ഈ ഇന്നവരെ പറഞ്ഞത് ദിക്റുകൾ ചൊല്ലിയാൽ നരകത്തിൽ നിന്നുള്ള മോചനം. അപ്പൊ ആഖിറം രക്ഷപ്പെടാനുള്ള ഒരു വഅലാണ് നമ്മുടെ എല്ലാവരുടെയും വഅല്. ഏത് വഅലും അതാണ്. ദുനിയാവിലൊന്നും ലഭിക്കാനല്ല, പരലോകത്ത് രക്ഷപ്പെടണം. അല്ലാഹ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഖിറം രക്ഷപ്പെടുത്തണേ അല്ലാഹ്.